ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസുൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസുൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മായും എൻ്റെ മകനും എൻ്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ പോലും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ആളിൻ്റെ ഫാമിലിയാണ്. ശരിക്കും ഈ നിമിഷം വരെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും വേറെ വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതം എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിനും എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അന്നെടുത്ത തികച്ചും നിർണായകമായിട്ടുള്ള തീരുമാനം എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയ നിമിഷമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഓരോ പെൺകുട്ടികളും ഗാർഹിക പീഡനം ഏറ്റുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കരുത് എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്നും ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ അടുത്ത് ഒരു രീതിയിലും ഒരു പെൺകുട്ടികളെയും അയക്കരുത് എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ആ ഇന്റർവ്യൂ കണ്ടത് മുതൽ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ തരുന്നില്ല. എന്നെപ്പറ്റി പറയുന്ന അലിഗേഷൻസ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നു, അന്നേ ഞാൻ MDMA വിളിക്കുന്നു, കച്ചവടം, എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷൻ വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നെ അറിയുന്നവർ, ഞാൻ ചെയ്യുന്ന സ്ഥാപനം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എല്ലാ ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയും വേണ്ട. നിങ്ങൾ ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോളൂ. ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും എനിക്ക് ജീവിക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഒരു 80,000 രൂപ അടുപ്പിച്ചുണ്ടാവും. അതിലപ്പുറത്തേക്ക് ഒരു രൂപ പോലും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, പക്ഷേ റസുൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഷഫീന ബീവി നടത്തുന്ന നാടകത്തിൽ ഈ പറഞ്ഞ എൻ്റെ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയും കാശ് വാങ്ങിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ കുറച്ചു നേരമായിട്ടൊന്ന് ഒതുങ്ങിയിരുന്നതാ, കാരണം ഇന്നലെ രാത്രിയിലാണ് ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോയുടെ പുറത്ത് ആകെ അതിശയോക്തിയിൽ ആ വീഡിയോനെ നോക്കിക്കണ്ട ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ മകനാണ്. ഓക്കെ, അവന് ഇങ്ങനെ ഒരു കുടുംബത്തിനറിയില്ല, ഇങ്ങനെ ആളുകളെ അറിയില്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഏതാണെന്ന് അവൻ അന്വേഷിച്ചിട്ടില്ല. കാരണം അവൻ്റെ പാരന്റിനെ നല്ല കൃത്യമായിട്ട് അറിയാം. അതൊരു ഇൻഡിപെൻഡന്റ് മദറാണെന്നും ഒറ്റയ്ക്കാണ് ആ കുട്ടിയെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതെന്നും വീട്ടിൽ 3 സ്ത്രീകളാണ് അതിനെ വളർത്തിയതെന്നുള്ളതിൻ്റെ ഉത്തമ ബോധം അതിനുള്ളിടത്തോളം കാലം അതൊരിക്കലും ഇത്തരം വിഷയങ്ങളെപ്പറ്റി ചോദിച്ചിട്ട് പോലുമില്ല. എന്നെ ഗാർഹികമായി പീഡിപ്പിച്ച് എൻ്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് എൻ്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബമാണ് വന്ന് പബ്ലിക്കിൽ വന്നിന്ന് ഘോര ഇരുന്ന് പ്രസംഗിക്കുന്നത്. അതിൽ എസ്പെഷ്യലി എൻ്റെ ഭർത്താവായിരുന്ന ആളിൻ്റെ സഹോദരി, അതായത് നാത്തൂൻ, അവളുടെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മുതൽ മുഴുവനും തിന്നു തീർത്തു. ഞാൻ അപ്പോഴും ഈ ഭർത്താവായിരുന്ന ആളിനെ പോലും കൂടുതൽ പറയില്ല. കാരണം അയാളുടെ ആക്രമണം സഹിക്കവയ്യാതെ എൻ്റെ ജീവിതം വഴിമുട്ടി ഞാൻ അതിൽ നിന്ന് കരക്കേറി വന്ന നിമിഷം ഇപ്പം ആലോചിക്കുമ്പോൾ പുറകിലേക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഞാനിവിടെ ഇരിക്കണമെന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ എന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവൾ ഏത് കാട്ടുവാണമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഷഫീന ബീവി. ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ലൈഫിൽ ത്രട്ടണിങ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നീ എന്നെ വിളിപ്പിക്ക്. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഒരുപാട് തപ്പി.
നിന്നെപ്പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ വല്ലതും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട്, നീ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചേർന്നിട്ടുള്ളത്. നിന്നെപ്പോലൊരു കാട്ടുവാണം, നിന്റെ ഫുൾ ഡീറ്റെയിൽ എവറി ഡേ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഓക്കെ, നീ എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് എനിക്കിതാണ്ട ആ ടീമുകൾ എന്തുദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പോഴും ഇരിക്കണെന്നുള്ളത് നീ മനസ്സിലാക്കി തന്നു. അതുകൊണ്ടിട്ട് ഞാനതിൽ ഓക്കെയാണ്. അതൊക്കെ ഞാൻ വഴിയെ നോക്കിക്കോളാം. കാരണം നിയമപരമായിട്ട് ഓൾറെഡി കേസ് നിലനിൽക്കുകയാണ്. എന്നെ പറ്റിയിട്ടുള്ള ഇത്തരം വൃത്തികെട്ട അലിഗേഷൻസുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ തിരിച്ചു മറിച്ചാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന ദിയാസന അല്ല അന്നുണ്ടായിരുന്ന ദിയാസന വളരെ പാവമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് ആ അണ്ടറിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്താ കരുതിയത്? രേണു സുധിയെ പോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചു, അതുപോലെ നിങ്ങൾ പല സ്ത്രീകളെ ആക്രമിച്ചു, നിന്നൊരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ദിയാസനയ്ക്ക് നിന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ എവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറ, ഞാൻ നിന്റെ അടുത്ത് വരാം. കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ ഒന്ന് കാണണോടി ഷഫീന ബീവി. ഇനി കാട്ടുമുറി എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നെ എനിക്ക് മാത്രമല്ല, നീ ഞാൻ പറയുന്നിടത്ത് വരികയോ നീ ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കുകയോ ചെയ്യടി, ഞാൻ വരാം. അവൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കാരണം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ചേച്ചി പ്രതികരിക്കാത്ത, അത്രമാത്രം വൃത്തികേടാ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ആ കാട്ടുമൂറിയെ വെല്ലുവിളിക്കുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തേക്ക് എത്തി ഇവളെ ഒറ്റ ആഗ്രഹമേ എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സജിനയും റസൽ പൂക്കുട്ടിയും അവളെ ഇറക്കി കളിക്കുന്ന കളിയിൽ ആദ്യം ഞാൻ അവളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പതിയെ 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 ബാക്കി വരാം. പിന്നെ റസൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറികളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ശരി.